ഇപ്പം നമ്മളിപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഇപ്പോൾ താങ്കൾ ഇപ്പോൾ 5 കോടിയോ 10 കോടിയോ 100 കോടിയോ നിക്ഷേപിച്ചു. ഈ നിക്ഷേപത്തിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? താങ്കൾ ഒരു വർഷമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ താങ്കളെ സംബന്ധിച്ച് പോസിറ്റീവ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഗോൾഡ് കൊടുത്ത റിട്ടേൺ എന്ന് പറഞ്ഞാൽ 0%, അതായത് വെറും വട്ടപൂജ്യമാണ്. അതിൽ പല വർഷവും വളരെ നെഗറ്റീവായിട്ടുള്ള റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ തരത്തിൽ ഈ ഒരു ഫോർമുല താങ്കൾ ഫോളോ ചെയ്യുന്നതായിരിക്കും താങ്കൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. ഇതല്ലാതെ വേറെ ഒരു സാധനത്തിനും 100% ഗ്യാരണ്ടി ഇല്ല. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നത് വലിയൊരു മണ്ടത്തരമായിരിക്കും. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ് റിസ്ക്. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഈ റിസ്ക് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി ഇന്നേ ദിവസം നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്താണ് റിസ്ക് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. ഉറപ്പില്ലാത്ത, ഗ്യാരണ്ടി ഇല്ലാത്തതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തിനാണ് ഗ്യാരണ്ടി അല്ലെങ്കിൽ എന്തിനാണ് 100% ഉറപ്പുള്ളത്? ഇപ്പൊ സപ്പോസ് നാളെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കും, പക്ഷെ എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് സാധിക്കില്ല. ഇനി നിക്ഷേപത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഇപ്പോൾ താങ്കൾ ഇപ്പോൾ 5 കോടിയോ 10 കോടിയോ 100 കോടിയോ നിക്ഷേപിച്ചു. ഈ നിക്ഷേപത്തിന് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? വെറും 5 ലക്ഷം രൂപക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളത്. ബാക്കി ഒരു തുകയ്ക്കും നമുക്ക് ഒരു പരിരക്ഷയില്ല. ഒരു പക്ഷെ താങ്കളുടെ മനസ്സിൽ ഇത്തരത്തിൽ ബാങ്കുകളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാലല്ലേ എൻ്റെ തുക നഷ്ടപ്പെടുള്ളൂ. ആ തരത്തിൽ ബാങ്കുകളെല്ലാം പൊളിയുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2000 മുതൽ 2023 വരെ അമേരിക്കയിൽ 567 ബാങ്കുകളാണ് തകർന്നത്. അതിൽ പല ബാങ്കുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ SBIനേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ളതും 100-ലധികം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആ തരത്തിലുള്ള 567 ബാങ്കുകളാണ് തകർന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗോൾഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഗോൾഡിൻ്റെ റേറ്റ് എല്ലാ വർഷവും ഇങ്ങനെ മുകളിലേക്ക് മാത്രമേ പോകുള്ളൂ. ഇപ്പോൾ താങ്കളൊന്ന് പരിശോധിച്ചാൽ താങ്കൾക്ക് കാണാവുന്ന ഒരു കാര്യം, 1992 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ഗോൾഡ് കൊടുത്ത റിട്ടേൺ എന്ന് പറഞ്ഞാൽ 0%, അതായത് വെറും വട്ടപൂജ്യമാണ്. അതിൽ പല വർഷവും വളരെ നെഗറ്റീവായിട്ടുള്ള റിട്ടേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2012 മുതൽ 2018 വരെയുള്ള 6 വർഷത്തെ ഗോൾഡിൻ്റെ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും 0% ആണ്. ഈ തരത്തിൽ ഗോൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ റിസ്ക് ആണ്. ഇനി ഗോൾഡ് ഞാൻ വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, നാളെ ഈ കള്ളൻ അടിച്ചു കൊണ്ടുപോകില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ഒരുറപ്പുമില്ല. ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ഗവൺമെന്റിന് കടം കൊടുക്കുക എന്നത്. അതായത് ഗവൺമെന്റ് കടപ്പത്രങ്ങളിലെല്ലാം നിക്ഷേപിക്കുക എന്നത്. ഇനി ഗവൺമെന്റ് ഡിഫോൾട്ട് ആകില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ഇപ്പൊ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും തന്നെ വലിയ റിസ്ക് ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ 100% ഉറപ്പുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ ഓരോരുത്തരും തട്ടിപ്പോകുമെന്നത്. ഇതല്ലാതെ വേറെ ഒരു സാധനത്തിനും 100% ഗ്യാരണ്ടി ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇപ്പം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം റിസ്ക് ഉണ്ട് എന്നതിനെക്കുറിച്ച്. ഇനി അടുത്തായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് റോളിംഗ് റിട്ടേൺ കാൽക്കുലേഷൻ. എന്താണ് റോളിംഗ് റിട്ടേൺ കാൽക്കുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, അതായത് ആനുവലൈസ്ഡ് ആവറേജ് റിട്ടേൺ, ഒരു സർട്ടൻ പീരീഡിലേക്കുള്ള ഒരു ആവറേജ് ആനുവലൈസ്ഡ് റിട്ടേണിനെയാണ് റോളിംഗ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെ ഒരു റോളിംഗ് റിട്ടേൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മളിപ്പോൾ 2000 തുടങ്ങി 2003, ഈ 2003 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ പീരീഡാണ്. ഈ 3 വർഷത്തെ ആവറേജ് ആനുവലൈസ്ഡ് റിട്ടേൺ എന്ത് കൊടുത്തു? ഇപ്പോൾ സപ്പോസ് ഒരു 10% ആണെങ്കിൽ
ഈ 3 വർഷത്തെ ആവറേജ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് 10%. ഇനി അടുത്ത റോളിംഗ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പം 2000-ന് പകരം ഇവിടെ 2001 എടുക്കും, ഇവിടുന്ന് 3 വർഷം, ഇപ്പം 2004 വരെയുള്ള കാലഘട്ടം. ഈ സമയത്ത് ഒരു 15% റിട്ടേൺ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് എങ്ങനെ എടുക്കും? 2002 മുതൽ 2005 വരെയുള്ള കാലഘട്ടം. ഈ സമയത്ത് ഇപ്പം -10% റിട്ടേൺ ആണ് കൊടുത്തത് എന്ന് വിചാരിക്കാം. ഈ തരത്തിൽ കണക്ക് കൂട്ടുന്നതിനെയാണ് ഈ റോളിംഗ് റിട്ടേൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പം BSE സെൻസെക്സിൻ്റെ 1985 മുതൽ ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം തവണ നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം തവണ പോസിറ്റീവ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് BSE സെൻസെക്സിൻ്റെ ഇപ്പം 1985 മുതൽ 2022 വരെയുള്ള ഒരു റോളിംഗ് റിട്ടേൺ കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ, 15 ഇയർ, 20 ഇയർ, അങ്ങനെ സർട്ടൻ പീരീഡിനിടെ ഇപ്പോൾ എത്രത്തോളം നമുക്ക് റിസ്ക്, എത്രത്തോളം നെഗറ്റീവ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഇയർ റോളിംഗ് റിട്ടേൺസ് നമുക്ക് എടുക്കാം. ഇവിടെ നമ്പർ ഓഫ് ഒക്യൂറൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 38 തവണ 1 ഇയർ റോളിംഗ് റിട്ടേൺ നോക്കുന്ന സമയത്ത് 73.68% തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മളുടെ പണം നഷ്ടമാകാനുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26.32%. അതായത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഓഹരി അധിഷ്ഠിത അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെല്ലാം നിക്ഷേപിക്കുന്ന സമയത്ത് താങ്കൾ 1 വർഷമാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ താങ്കളെ സംബന്ധിച്ച് പോസിറ്റീവ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം 74%. അതേസമയം നെഗറ്റീവ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം 26% എന്നാണ് ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണക്കുകൾ പറയുന്നത്. ഇനി സപ്പോസ് താങ്കളുടെ നിക്ഷേപം 3 വർഷം ഹോൾഡ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 37 തവണ ഈ തരത്തിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 89% തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 11% നെഗറ്റീവ് റിട്ടേൺ, അതായത് താങ്കൾക്ക് നഷ്ടം വരാൻ സാധ്യത. അതായത് താങ്കൾ നിക്ഷേപം ഏറ്റവും ചുരുങ്ങിയ ഒരു 3 വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ 90%, ഓൾമോസ്റ്റ് 90% താങ്കൾക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടാനാണ് താങ്കൾക്ക് കൂടുതൽ സാധ്യത. ഇനി 5 വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 35 തവണ ഈ തരത്തിൽ റോളിംഗ് റിട്ടേൺ എടുക്കുന്ന സമയത്ത് ഏകദേശം 91.5% തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 8.5% തവണ നെഗറ്റീവ് റിട്ടേൺ കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ താങ്കളിപ്പോൾ മിനിമം ഒരു 5 വർഷം ആണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ പോലും താങ്കൾക്ക് അവിടെ നെഗറ്റീവ് റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നില്ല. ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8.5% തവണയെങ്കിലും ഇപ്പോൾ താങ്കൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ്. ഇനി അടുത്തായിട്ട് 10 വർഷം, 15 വർഷം, 20 വർഷത്തെ പീരീഡിലേക്കാണ് താങ്കൾ നിക്ഷേപിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 10 വർഷമാണെങ്കിൽ 30 തവണ 10 വർഷത്തെ റോളിംഗ് പീരീഡിൽ ഈ തരത്തിൽ കണക്ക് കൂട്ടുന്ന സമയത്ത് 100%, അതായത് എല്ലാ തവണയും പോസിറ്റീവ് റിട്ടേൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 15 വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 100%, 20 ഇയേഴ്സിൻ്റെ പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100% തവണയും പോസിറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിൽ നിന്ന് താങ്കളുടെ റിസ്ക് കുറക്കണമെങ്കിൽ താങ്കൾ ഈ ലോങ്ങർ പീരീഡിലേക്ക് നിക്ഷേപം നടത്തുക എന്നതാണ്. ഇവിടെ നമ്മൾ ഈ അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അതായത് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ 1985 മുതൽ 2021 വരെയുള്ള ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ എത്രത്തോളം കിട്ടാം, ഇവിടെ എത്രത്തോളം ലോവസ്റ്റ് റിട്ടേൺ കിട്ടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കാണ്, ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് താങ്കളുടെ നിക്ഷേപ കാലാവധി ഇവിടെ കൂടുന്തോറും, നിക്ഷേപ കാലാവധി ഇങ്ങനെ കൂടി വരും തോറും താങ്കളുടെ റിട്ടേൺ ഒരു സ്റ്റെബിലിറ്റി മോഡിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഷോർട്ട് ടൈം നിക്ഷേപകരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇപ്പം നഷ്ടം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
അതേസമയം ഒരു ലോങ് ടേം നിക്ഷേപകനെ സംബന്ധിച്ച് ഒരു ശരാശരി ഒരു ആവറേജ് റിട്ടേൺ, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങൾ താങ്കൾ നടക്കുന്ന സമയത്ത് ഏറ്റവും ചുരുക്കിയത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു 10 വർഷമെങ്കിലും മുന്നിൽ കണ്ട് നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ തരത്തിൽ താങ്കൾക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇപ്പം പഴയ കണക്കുകളെല്ലാം പറയുന്നത് താങ്കൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെയധികം കുറയുമെന്നത് മാത്രമല്ല, താങ്കൾക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു മികച്ച റിട്ടേൺസ് താങ്കൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ ഒരു ഫോർമുല താങ്കൾ ഫോളോ ചെയ്യുന്നതായിരിക്കും താങ്കൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറിനെ അഡ്വൈസറിനെ കണ്ടെത്തി അവർ വഴി നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. താങ്കൾക്ക് ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാര്യം താങ്കൾ മറക്കരുത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.